ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനിനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ശ്രുതി വൈറലായ വീഡിയോ ഒക്കെ ആയിട്ട് ഫോണും കൊണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് വരികയാണ്. ശ്രുതി ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ നോക്കും. എന്തോ ശ്രുതി ഇത്? ശ്രുതി കണ്ടു നോക്ക്. ഈശ്വര, ഇനി നീലിമയായിട്ടുള്ള വല്ല വീഡിയോ ആണോ എന്ന് കരുതി പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ശ്രുതി? ഒന്നുമില്ല, ഇതാ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നോക്കുമ്പോൾ ഇതൊരു കള്ളൻ പണം മോട്ടിക്കുന്ന വീഡിയോ എന്ന് പറയും. നോക്കുമ്പോഴെന്തുവാ, ഇതെൻ്റെ അമ്മയില്ലേ, ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശരത്ത് പണവും തട്ടിപ്പറിച്ച് ബൈക്കിൽ കയറി പോകുന്ന വീഡിയോ കാണുന്നത്. ഇത് കാണുമ്പോൾ ഇത് അവളുടെ അനിയനല്ലേ ശരത്ത്. അവൻ പണ്ടേ ഒരു കള്ളനാണ്. അവൻ പണ്ട് വീട്ടിൽ വന്ന് സച്ചിയുടെ ബൈക്ക് അടിച്ചുകൊണ്ട് പോയവനാ. അവനാ മോഷണം നിർത്തിയിട്ടില്ലേ. ഇത് അമ്മയെ കാണിക്കണം, എത്രയും പെട്ടെന്ന് ഇത് അമ്മയെ കാണിക്കണം ശ്രുതി എന്ന് പറയും. അതിന് അമ്മ വീട്ടിലില്ല ശ്രുതി, അമ്മ ഭാമേൻ്റെ വീട്ടിൽ പോയേക്കോ. അത് കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഈ വീഡിയോ അവിടെ കൊണ്ടുചെന്ന് കാണിക്കാൻ പറയും. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലേ. എൻ്റെ അമ്മയുടെ കാശും കട്ടിട്ട് അവൻ ഇത്രയും കാലം അനങ്ങാതിരുന്നല്ലോ. ഇതെങ്ങനെ പുറത്തായി? ഈ വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായി കിടക്കുക. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് സന്തോഷവും. എങ്കിൽ ശരി ശ്രുതി, ഞാനിത് കൊണ്ട് അമ്മയെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയും കൊണ്ട് ശ്രുതി അങ്ങ് പോവുകയാണ് ഭാമേൻ്റെ വീട്ടിലോട്ട്. ഭാമയുടെ വീട്ടിലെത്തുന്ന ശ്രുതി ചന്ദ്ര അവിടെ ഇരിക്കുന്ന കാണുന്നു. ആൻറ്റി ഇവിടെ ഇരിക്കുവാണോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തോ ശ്രുതി, എന്തു പറ്റി? ആൻറ്റി ഫോണൊന്ന് ഓക്കെ. ഫോണിലെന്താ? അയ്യോ ആൻറ്റി, ഫോണിൽ കാണേണ്ട കാഴ്ച തന്നെ ഉണ്ട്, ആൻറ്റി ഫോണൊന്ന് നോക്കാൻ പറയും. എന്തോ ശ്രുതി, നീ കാര്യം പറ. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാമെന്നുണ്ട്. ആ ഫോൺ തുറന്ന് വീഡിയോ ഓണായി കാണിക്കും. ഇതെന്താ ഇത് ഞാനല്ലേ? അയ്യോ, എൻ്റെ പണവും കൊണ്ട് ഇതാ പോകുന്ന കള്ളൻ. ഇവൻ ആരാ? ഇവനെൻ്റെ കണ്ടെങ്കിൽ ഞാനിവനെ ചെരിപ്പൂരി തല്ലിയെന്ന് പറയും. ആൻറ്റി വീഡിയോ മൊത്തം കാണാൻ പറയും. അങ്ങനെ വീഡിയോ മൊത്തം നോക്കുമ്പോൾ എന്തുവോ, ഹെൽമെറ്റ് അങ്ങോട്ട് അഴിക്കുമ്പോഴത്തേക്ക് ശരത്തിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ഇവനാണോ എൻ്റെ പണം അടിച്ചുകൊണ്ട് പോയ കള്ളൻ എന്ന് പറഞ്ഞ് ആ ടേബിളിൽ അടിയും കൊടുത്തിട്ട് പെട്ടെന്ന് ചാടി അങ്ങ് ചന്ദ്ര എഴുന്നേക്കാണ്. ഇത് കാണുന്ന ഭാമ ചോദിക്കും, എന്തുവാ ശ്രുതി ഇതിനകത്ത്? ആൻറ്റി നോക്കിയത്. നോക്കുമ്പോൾ ശരത്ത് ചന്ദ്രയുടെ പണം അടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ. ഇത് നമ്മുടെ രേവതിയുടെ അനിയനല്ലേ ശരത്ത്? ഇവൻ കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ? ഇവനാണോ ചന്ദ്രയുടെ പണം ഓടിച്ചുകൊണ്ട് പോയത്? നിങ്ങൾക്കൊക്കെ എല്ലാവരും അവനോട് ഭയങ്കര സിമ്പതി. ഇപ്പം അവൻ കണ്ടില്ലേ, അവൻ പണ്ടേ വീട്ടിൽ വന്ന് ബൈക്ക് അടിച്ചുകൊണ്ട് പോയവൻ. അവൻ ആ മോഷണം നിർത്തിയിട്ടില്ല. ഇത് ഞാൻ കാണിച്ചു കൊടുക്കും. ഇപ്പം തന്നെ എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറയും. ആൻറ്റി അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, പോകണം. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലെന്നുള്ളത് കാലി തുള്ളി ശ്രുതിയെ വിളിച്ചുകൊണ്ട് നേരെ രേവതിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ ശരത്ത് സച്ചിയുടെ ഫോണിലിടാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ബൈക്കിലിങ്ങനെ വരുന്നതാണ്. ആ സമയത്താണ് ആൻ്റണിയും കൂട്ടനും കൂടി ശരത്തിൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തുന്നത്. ശരിക്കും നിങ്ങളെന്തിനാണ് പിന്നെ എൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തുന്നത്? നിങ്ങളുടെ കൂടെ ഇനി ഒന്നിനും ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിനി നിങ്ങളെ കാണാൻ വേണ്ട, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ട, ഒരു ഒത്തുതീർപ്പിനും എൻ്റെ കൂടെ നിങ്ങൾ വരണമെന്ന് പറയും. ഞങ്ങൾ ഒത്തുതീർപ്പിനൊന്നും വന്നേയല്ല, നീ ഇപ്പം വലിയ VIP അല്ലേ എന്ന് പറയും. VIP? നിൻ്റെ വീഡിയോ ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുക. നിനക്ക് അന്നേ എൻ്റെ കൂടെ നിന്നാൽ പോരായിരുന്നു? നീ വെറുതെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി എൻ്റെ വിട്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു നോക്കും. നിങ്ങളെൻ്റെ ചേച്ചിയുടെ തല തല്ലി പൊളിച്ചിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടണോ അത് ചോദിക്കും. എടാ ശരത്തെ, നീ അതെല്ലാം മറന്നുകളാ. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. വീഡിയോ നോക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിക്കുമ്പം ശരത്ത് ചന്ദ്രയുടെ പണം അടിച്ചുകൊണ്ട് വന്ന വീഡിയോ. ഈ വീഡിയോ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുക, എല്ലാവരുടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയും. ഇത് ചെയ്ത ആരാ നിനക്കറിയാവോ? നിൻ്റെ സച്ചേട്ടനാന്ന് പറയും. സച്ചേട്ടൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് ശരത്ത് അങ്ങ് പേടിക്കും. ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എന്ന് വിളിച്ച്. അവൻ്റെ ഫോണിലല്ലായിരുന്നു നീ ഈ പണം മോട്ടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നത്. അവനാണ് ഈ വീഡിയോ പുറത്ത് വിട്ടതെന്ന് പറയും. നിന്നെ മനഃപൂർവ്വം കുടിക്കതാ, സ്നേഹം നിറച്ച് നിന്നെ അവൻ കുടിക്കതാന്ന് പറയും. ഇല്ല, സച്ചേട്ടൻ ഒരിക്കലും എന്നെ അങ്ങ് കൊടുക്കാൻ ശ്രമിക്കത്തില്ല. കാരണം സച്ചേട്ടൻ്റെ ഫോൺ 2 ദിവസം കൊണ്ട് കാണാനില്ല. സച്ചേട്ടന് വേണ്ടി പുതിയ ഫോൺ ചേച്ചി മേടിച്ചിട്ട് ഞാൻ ചേട്ടനുള്ള പഴയ സിം കാർഡും കൂടി എടുത്തുകൊണ്ട് വന്നതാന്ന് പറയും. ഞാൻ വിശ്വസിക്കത്തില്ല, നിങ്ങളായിരിക്കും ആ ഫോൺ അടിച്ചു മാറ്റിയത്. എന്നിട്ട് ആ വീഡിയോ എന്നെ ചതിക്കാൻ വേണ്ടി നിങ്ങളായിരിക്കും പുറത്താക്കിയെന്ന് പറയും. നീ ഇപ്പോഴും അവനെ വിശ്വസിച്ചുകൊണ്ട് നടന്നോ? ഞാൻ സത്യം പറഞ്ഞത്, അവൻ തന്നെ നിന്നെ ചതിച്ചതെന്ന് പറയും. എനിക്കിനി ഒന്നും കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ചോദിക്കുക, ആൻ്റണി ചേട്ടാ, അവൻ നമ്മുടെ വഴിക്ക് വരുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. അവൻ പോകുന്നെങ്കിൽ പോട്ടാ, അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് വിട്ടാൽ മതി. അത് നമ്മൾ ചെയ്യണ്ട, പോലീസുകാർ തന്നെ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ ആൻ്റണി അങ്ങ് പോകുന്നുണ്ട്. ശേഷം ശരത്ത് വീട്ടിലോട്ട് വരുന്നുണ്ട്. സച്ചിയുടെ ഫോണിടാനുള്ള പഴയ നമ്പറുള്ള ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, ശരത്തെ സിം കാർഡ് കിട്ടി ചേച്ചി എന്ന് പറയും. അപ്പോൾ ശരത്തിന് നല്ല പേടിയുണ്ട്. വീഡിയോ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കരുതി. കണ്ടില്ലേ, എൻ്റെ മോനെ എന്ത് കാര്യപ്രാപ്തി ഉള്ളവനാണ്, നോക്കിക്കോ, അവൻ നല്ലോണം പഠിച്ച് നല്ലൊരു നിലയിലെത്തുമെന്ന് പറയും. ഇല്ലേ മോനെ? അപ്പോൾ ദേവ് പറയും, അമ്മ കൂടുതൽ അവനെ പുകഴ്ത്തിയൊന്നും വേണ്ട, ഒരു സിം കാർഡ് മേടിച്ചുകൊണ്ട് വന്നതിനാണോ അമ്മ അവനെ ഇത്ര പുകഴ്ത്തുന്നത്? അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര തമാശ കുറച്ചില്ലാന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതി പറയും,
മോനെ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല ചേച്ചി, ഇനി സിം കാർഡ് ഫോണിലിട്ടാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്കാണടി പൊന്നെ നമ്മുടെ ചന്ദ്ര കാടിളകി വരുന്ന കണക്ക് നേരെ കയറി വരുന്നത്. ഉടനെ ചന്ദ്രയെ കാണുന്നതും രേവതി പറയും, ഇതാരാ, അമ്മയോ? അമ്മ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് എന്ന് പറയും. രേവതി ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശരത്തിനെയാണ് കാണുന്നത്. ശരത്തിനെ ഇങ്ങോട്ട് പീഡിച്ച് നിർത്തി തലങ്ങും വിലങ്ങും അങ്ങ് അടിക്കുവാണ്. അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചെരുപ്പ് നിന്നെയൊന്നും കൈ കൊണ്ടല്ല അടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പ് ഊരി തല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് രേവതി കയറി കൈക്ക് പിടിക്കും. അമ്മേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പറയാം, എന്താടി നിനക്കെന്നെ തല്ലണോ? നിങ്ങളെന്തിനാണ് എൻ്റെ അന്യനെ ഇങ്ങനെ തല്ലുന്നത്? പറയാം, ഇവനെ തല്ലിയല്ല, ഇവനെ തല്ലി കൊല്ലുക ചെയ്യണം. അതിനു വേണ്ടി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? പറയാം, ഇവനിങ്ങനെ തല്ലാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളെൻ്റെ അനിയനെ തല്ലുമോ? സച്ചേട്ടൻ അമ്മയായിപ്പോയി നിങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് തല്ലിയില്ലെന്ന് പറയും. എന്നെ പറയും, എന്താടി നീ പറഞ്ഞത്? ഉടനെ ശ്രുതി പറയും, രേവതി നീ അമ്മയെ കുറ്റപ്പെടുത്തണ്ട, നിൻ്റെ ആങ്ങളെ ചെയ്തത് എന്തോ നിനക്കറിയാമെന്ന് ചോദിക്കും. ഉടനെ ലക്ഷ്മി പറയും, നിങ്ങൾ എൻ്റെ മോളെ നിങ്ങളുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ചിട്ട് നാൾ തൊട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അപമാനിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി ഞങ്ങളുടെ മുമ്പിലിട്ട് എൻ്റെ മോനെ തല്ലുന്നു എന്ന് ചോദിക്കും. ഉടനെ പറയും, ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. ഉടനെ ശ്രുതി പറയേ, ഇവനാണ് അന്ന് ആൻറ്റിയുടെ കാശ് മോഷ്ടിച്ചതെന്ന് പറയും. കാശ് മോഷ്ടിക്കുക? അതെ, ആ വീഡിയോ വൈറലാന്ന് പറയും. അങ്ങനെ ആ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ കാണിക്കുകയാണ്. ഇത് കാണുന്ന ലക്ഷ്മിയും എല്ലാവരും കൂടി തളർന്നങ്ങ് നിൽക്കുകയാണ്. എന്തുവാടാ നീ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ശരത്തിനിട്ട് അങ്ങ് അടിക്കുകയാണ്. ഓ, കുടുംബക്കാർ മൊത്തം ചേർന്ന് മോട്ടിക്കാൻ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു നാടകാഭിനയം. അപ്പം നിനക്കൊന്നും നാണമില്ലയോടെ ഇങ്ങനെ മോട്ടിച്ച് ജീവിക്കാൻ? നിനക്കൊക്കെ പോയി ആത്മഹത്യ ചെയ്തുകൂടായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അവരെ ഇട്ടും ഒരുപാടങ്ങ് നാണം കെടുത്തു. ഉടനെ ലക്ഷ്മി ചന്ദ്രയോട് ഒരുപാട് മാപ്പ് പറയും. ക്ഷമിക്കണേ, അവൻ അറിയാതെ ചെയ്തു പോയാന്നൊക്കെ പറയും. എന്ത് തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയുന്നത്? നാണമില്ലാത്ത കൂട്ടങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ആക്ഷേപിക്കുന്നുണ്ട്. ഇവനെ ഇങ്ങനെ വിട്ടാൽ പോലെ, ഇവനെ പോലീസിൽ ഏൽപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഒച്ചയും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം ഓടി ചെല്ലും. ഉടനെ കണ്ടില്ലേ, ഇവൻ കള്ളനാ, ഇവൻ പഠിക്കാനല്ല പോകുന്നത്. മുമ്പ് എൻ്റെ വീട്ടിൽ കയറി ബൈക്ക് മോട്ടിച്ച്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപ ഇവൻ മോട്ടിച്ചുകൊണ്ട് പോയി. ഇവനെ വെറുതെ വിട്ടാൽ പറ്റുമോ? ഇവനെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ ഷർട്ടിൻ്റെ കോളറി പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തോട്ടിറക്കുവാണ്. ആ സമയത്ത് രേവതി അമ്മ അവനെ വിടുന്നുണ്ട്. ലക്ഷ്മിയും രേവതിയും ദേവും എല്ലാവരും കൂടി ചെന്ന് ചന്ദ്രയെ തടയുകയാണ്. അങ്ങനെ പിടിച്ച് വലിച്ച് പുറത്തോട്ടിറക്കുകയാണ്. അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ചന്ദ്ര ശരത്തിനെ പിടിച്ച് വലിച്ച് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമോ? രക്ഷിക്കാൻ സച്ചിക്കാകുമോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ രേവതിക്ക് കഴിയുമോ എന്നൊക്കെയുള്ളതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.